പിള്ളേർ കിടകടിച്ച കൂട്ടത്തിലുള്ള അതിനത്ര അറിവതില്ലേ വൃത്തികേട്ട് ആണല്ലോ. മുസ്തിയതല്ലേ നാട്ടിച്ചു പട്ടച്ചാറയെ കൊണ്ട് വെച്ച് കൊട്ടാരം മുഴുവൻ നാട്ടിച്ചത്. സുന്ദരേസ മഹാരാജരെ സുന്ദരേസ. ഓ പൃഥ്വിരാജ് ഒക്കുമെന്നറിയത്തില്ല, ഞാൻ കാണിക്കാം. ഇനി എങ്ങനെ നീ എന്റെ പെങ്ങളെ പുറകെ നടന്നു? ഞാൻ നിന്റെ 2 കാലം തല്ലി ഓടിച്ച് നിന്നെ കൊണ്ട് ഞാൻ സൂപ്പായിപ്പോയി. കേട്ടുപടി മഞ്ഞത്തവളെ ചങ്ങനാശ്ശേരി മത്തയച്ചിന്റെ മകൾ ചന്ദ്രിക. മധു സിംഹവാലം മേനോൻ എന്ന് പറയുന്ന പടത്തിന് അത് ഒരു ഡയലോഗ് പറയുന്നുണ്ട് എപ്പോഴും. ആ ഡയലോഗ് ഒച്ചത്തിൽ പറയണം. ഓടി പറയാം 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 പറയാം. ലാൽ ബഹദൂർ ആ തോക്കത്ത് എടുത്തോണ്ട് വരൂ. കറുത്തമ്മ എന്നെ വിട്ടു പിരിഞ്ഞു പോയാൽ ഞാൻ ഈ കടാപ്പഴത്ത് പാടി മരിക്കണോ അതോ തൂങ്ങി മരിക്കണോ എന്ന് പോലും ഞാൻ ചിന്തിക്കാറുണ്ട്. എന്നാലും നീ എന്നെ വിട്ടുപോയില്ലേ? നീ എന്താണോ പട്ടി പറഞ്ഞത്? എനിക്ക് പാടാൻ അറിയില്ലെന്നോ? എനിക്ക് പാടാൻ അറിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് ദാസാണ്. ദാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ യേശുദാസ്. അവൻ പാടിയാൽ മതിയോ? പാടിയാൽ മതിയെങ്കിൽ പാടിക്കോട്ടെ. ആ സിനിമ മൊത്തം പറയാവടാ. അടുത്ത ഇന്ദ്രജിത്ത് മീശമാധവനകത്ത് സെയിം ഡയലോഗ്. മീശമാധവനകത്ത് സെയിം ഡയലോഗ്. എന്റെ പേരെന്താണോ? മീശമാധവൻ. പേരൊക്കെ കൊള്ളാം, നല്ല സ്റ്റൈലൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളിനി കാണുമ്പോൾ ആ മീശയുടെ ഉണ്ടാവും. പഠിച്ചിട്ട് വരണമെന്ന്. അല്ല ഒരു മിനിറ്റ്, നമ്മുടെ ഇത് പൃഥ്വിരാജ് ഒന്നുകൂടെ അന്യായിരുന്നു. പിന്നെ പൃഥ്വിരാജ് ഒന്നുകൂടെ. ഇനി എങ്ങനെ നീ എന്റെ പെങ്ങളുടെ പുറകെ നടന്നെന്ന് അറിഞ്ഞാൽ നിന്റെ 2 കാലം തല്ലി ഒടിച്ച് ഞാൻ നിന്നെ കൊണ്ട് എന്നെ സൂപ്പായി കുടിക്കാം. കേട്ടുപടി മഞ്ഞത്തവളെ ചങ്ങനാശ്ശേരി മത്തയച്ചിന്റെ മോള് ചന്ദ്രികയെ നീ ഇനി തീരുമാനിക്കും. തൂങ്ങിച്ചാവണോ അതോ കെട്ടിച്ചാവണോ? മറ്റേ ഒന്നും കൂടെ പറയാൻ